ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു വെജിറ്റബിൾ സൂപ്പാണ് നിങ്ങളെ കാണിക്കുന്നത്. ഈ സൂപ്പിന് ആവശ്യമായിട്ടുള്ള സാധനം പച്ചക്കറികൾ ഏത് വേണമെങ്കിലും നമുക്കിട്ട് സൂപ്പ് ഉണ്ടാക്കാം. ഞാൻ എടുത്തു വച്ചിരിക്കുന്ന സാധനങ്ങൾ: ഒരു ക്യാരറ്റ്, ഇത് 2 പേർക്ക് വേണ്ടിയാണ് ഞാൻ ഈ സൂപ്പ് ഉണ്ടാക്കുന്നത്. ഒരു ക്യാരറ്റ്, 5 ബീൻസ്, ഒരു തക്കാളിപ്പഴം, ചെറിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, 2 ഗ്രാമ്പു, അത് രുചി വേണ്ടവർക്ക് അത് ഉപയോഗിക്കുക. 7 കഷ്ണം ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. സവോളയ്ക്ക് പകരം ചുമന്നുള്ളി തന്നെ എടുക്കുക, അതാണ് ടേസ്റ്റ്. പിന്നെ കോൺഫ്ലവർ, മല്ലിയില, മുരിങ്ങയില. ഈ മുരിങ്ങയില എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഓർമ്മ വന്നപ്പോൾ ഞാൻ എടുത്തതാണ്. അവരൊക്കെ പണ്ട് പറയുമായിരുന്നു, മുരിങ്ങയിലയൊക്കെ ഇഷ്ടം പോലുണ്ട്, നമുക്ക് അത് തോരൻ വെച്ച് കഴിക്കണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതൊന്നും നടക്കത്തില്ല മക്കളെ. അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അകത്ത് പാചകം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടൊക്കെ കടുക് വറക്കുന്ന സമയത്തൊക്കെ കുറച്ച് മുരിങ്ങയില ഇട്ട് കൊടുക്കണം എന്നൊക്കെ പറയുമായിരുന്നു. കാര്യം അവർക്ക് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവരൊക്കെ അങ്ങനെ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഞാൻ ചില തോരനൊക്കെ വയ്ക്കുമ്പോൾ ഇങ്ങനെ മുരിങ്ങയില കുറച്ച് ഉരിയിടാറുണ്ട്. അല്ലാതെ നമുക്ക് തോരൻ വെച്ച് കഴിക്കണമെന്നൊക്കെ തോന്നി അത് നടക്കത്തില്ല. അമ്മ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പിന്നെ ഇന്ന് ഞാനിത് ഉണ്ടാക്കുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെ സൂപ്പ് കഴിക്കാറുണ്ട്. മിക്ക ദിവസങ്ങളിലും ഞാൻ ഒരു ഡയറ്റിങ്ങിലാണ്. ഇറച്ചി, മീൻ, മുട്ട ഇതൊക്കെ ഒഴിവാക്കി. ഇപ്പം എൻ്റെ ശരീരത്തിന് ഞാൻ വേറെ പഴങ്ങൾ, ഏത്തപ്പഴം, ചെറുപയർ, നമുക്ക് പ്രോട്ടീനൊക്കെ നമ്മുടെ ശരീരത്ത് ആവശ്യമാണ്. കാര്യം ഞാൻ 60 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്. അപ്പം എൻ്റെ ശരീരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം സ്കിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ശരീരം പണി തരും. അതിന് പകരമായിട്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചാണ് എൻ്റെ ശരീരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ തീർച്ചയായിട്ടും പഴയ ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിവില്ലെങ്കിലും അവർ ഓരോന്നൊക്കെ അവരുടെ ശരീരത്തിന് വേണ്ടി ചെയ്യുമായിരുന്നു. നമ്മളും അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം. ഇത് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചു. നെയ്യാണ് ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നത്. അതും നെയ്യ് ഒരുപാടൊന്നും ചേർത്തിട്ടില്ല, 2 പേർക്ക് വേണ്ടിയല്ലേ. അത് ചെറിയ രീതിയിലെല്ലാം അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ കഷ്ണങ്ങളും ഇട്ട് നമ്മൾ ചെറിയ തീയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക. തക്കാളിപ്പഴവും എല്ലാം മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ആ മുരിങ്ങയിലയും അതിൻ്റെ അകത്ത് ചേർക്കുക. എന്നിട്ട് ചെറിയതായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് ഉപ്പും ചേർക്കുക. ഉപ്പ് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ആയിരിക്കണം ചേർക്കാൻ. അതിന് ശേഷം 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചെറിയ തീയിൽ വെന്ത് അത് 2 ഗ്ലാസ്സാക്കി പറ്റിക്കണം. അപ്പോഴേക്കും നല്ല രീതിയിൽ നമുക്ക് കുറുകി കിട്ടും. ഒരുമാതിരി വെന്ത് കഴിയുമ്പോൾ കോൺഫ്ലവർ ചേർക്കുക. അതിന് ശേഷം കുരുമുളക് പൊടിയും ചേർക്കണം. പിന്നെ ഉപ്പൊക്കെ നമ്മൾ കറക്റ്റാണോ എന്ന് നോക്കുകയും വേണം. എല്ലാം ചേർത്ത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. ഇങ്ങനെയുള്ളതൊക്കെ ഒടുവിൽ തീ ഓഫ് ചെയ്തതിന് ശേഷമായിരിക്കണം മല്ലിയില ചേർക്കാൻ. മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ തീ ഒരു കാരണവശാലും ഇടാൻ പാടില്ല. ഇങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള സൂപ്പൊക്കെ വെച്ച് ഞാൻ പറഞ്ഞില്ലേ, ആഹാരത്തിൽ വ്യത്യാസം വരുത്തുമ്പോൾ നമ്മുടെ ശരീരം പ്രതികരിക്കാതിരിക്കാൻ ഇങ്ങനെയുള്ള പയറുവർഗ്ഗങ്ങളെ, പഴങ്ങളെ ഒക്കെ കഴിച്ച് നമ്മുടെ ശരീരം നോക്കണം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.